ഇത് പറയുമ്പം ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല. ഒന്ന് മാത്രം ഓർമ്മിച്ചാൽ മതി. ഋഷീശ്വരന്മാർ നമുക്ക് ഉപദേശിച്ച അവശ്യ കർമ്മങ്ങളിൽപ്പെട്ട നൈമിത്തിക കർമ്മങ്ങളിൽ ആദ്യം മാനിക്കേണ്ടുന്ന ഷോഡശ സംസ്കാരങ്ങളിൽ ഒന്നാമത്തത് ഗർഭാധാന സംസ്കാരമാണ്. അപ്പം അതിൻ്റെ പ്രാധാന്യം എത്രയാണ്? ഗർഭാധാന സംസ്കാരം എന്ന് പറഞ്ഞാൽ യഥാക്രമം ധാർമ്മികമായി വിവാഹം കഴിച്ചതിന് ശേഷം അച്ഛനമ്മമാരുടെ അനുഗ്രഹത്തോടു കൂടി ഉചിതങ്ങളായ ദൈവീക കർമ്മങ്ങളെ ചെയ്ത ശേഷം ഉചിതമായ തിഥിയിൽ പതിയും പത്നിയും നല്ല സന്താനമുണ്ടാകണേ എന്ന് സങ്കല്പിച്ചുകൊണ്ട് സംയോഗം ചെയ്യുന്നതാണ് ഗർഭാധാനം. അതാണ് ഒന്നാമത്തെ സംസ്കാരം. 16 സംസ്കാരങ്ങളിൽ ഒന്നാമത്തെ സംസ്കാരം അതാ. അപ്പം എത്ര പ്രാധാന്യം ആചാര്യന്മാർ കൊടുത്തു. അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് കാമത്തിൻ്റെ ഉപോത്പന്നമാവരുത് മക്കൾ, ധർമ്മത്തിൻ്റെ ഉത്പന്നമാകണം. നല്ല സന്താനം ഉണ്ടാവണേ, തേജസ് ഉണ്ടാവണേ, ഓജസ് ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി പതിയും പത്നിയും സമാഗമിക്കണം. അപ്പോഴാണ് കുട്ടികൾ ഉണ്ടാക്കൽ എന്നുള്ളത് നടക്കും. അപ്പം നടന്നുവോ? ഇല്ല, ഒരു തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഒന്നാമത്തെ ദിവസം പരംപൂജ്യ സ്വപ്രഭാനന്ദ സ്വാമികൾ ഇവിടെ ഈ ദീപം ജ്വലിപ്പിക്കുകയാണ്. സ്വതവേ തന്നെ നല്ല സുഖകരമായ കാറ്റുള്ള സ്ഥലം. അപ്പോൾ ഇങ്ങനെയൊക്കെ കൈ കൊണ്ടൊക്കെ മറച്ച് വെച്ച് അതിനെ സംരക്ഷിച്ച് കെട്ടുപോകാതെയൊക്കെ ആയി. എങ്ങനെയാണ് കത്തിച്ച് കഴിഞ്ഞില്ല, അതിനു മുമ്പ് ആ കേസ് എടുത്തിട്ടു സംരക്ഷിക്കാൻ വേണ്ടി. അതെ, അല്ലാതെ കെട്ട കുഴപ്പമുണ്ടായിട്ടാണോ? അല്ല, അവിടെ നിന്നോട്ടെ എന്നുള്ള നിലയ്ക്ക് ഒരു കേസ് വെച്ചു, ഒരാവരണം വെച്ചു. ഗർഭാധാനം മാത്രം കൊണ്ട് സന്താനം ഉത്പാദിപ്പിക്കപ്പെടില്ല. പിന്നെ ആ ഗർഭിണി ഗർഭചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ ജാഗ്രതയോടുകൂടി സച്ചിന്തകൾ മാത്രം മനസ്സിൽ വെച്ച് ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥനാപൂർവമായ മനസ്സോടുകൂടി ആ ഗർഭത്തെ പോഷിപ്പിക്കണം. ഒരു ഗർഭിണി ജീവിക്കുന്ന ചുറ്റുപാട് വിദ്യാലയം പോലെയോ ദേവാലയം പോലെയോ പരിശുദ്ധമായിരിക്കണം. അതാണ് പൂർവാചാര്യന്മാർ പറഞ്ഞു തന്നത്. പറയാനിപ്പോൾ പേടിയാ, കാരണം ദേവാലയങ്ങളിലൊക്കെ പ്രകമ്പനമായിപ്പോൾ മെഗാ ഗാനമേളയും എന്താണ് ഗംഭീര കരിമരുന്ന് പ്രയോഗവും ഒക്കെ ആയിട്ട് അലസിപ്പോവും ക്ഷേത്രങ്ങളുടെ അടുത്തുള്ള ഗർഭിണികൾ. അതുകൊണ്ട് ഏതെങ്കിലും ഗർഭിണികളുണ്ടെങ്കിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് വിട്ടുപോകണം എന്നാണ് പറയേണ്ടത്. ഇനി അലസിയിട്ടില്ലെങ്കിൽ കുട്ടിക്ക് നാഡീവ്യവസ്ഥയ്ക്ക് തകരാറ്, ജനിച്ച ശേഷം മാരകമായ മസ്തിഷ്ക പ്രശ്നങ്ങൾ ഉള്ള കുട്ടികളായിരിക്കും ഒരു ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടിലുള്ളവർ. നേരെ മറിച്ച് ശരിയായ ക്ഷേത്രമാണെങ്കിൽ, ശാന്തമായ അന്തരീക്ഷത്തോടു കൂടി പ്രാർത്ഥനകൾ നടക്കുന്ന ക്ഷേത്രമാണെങ്കിൽ, അതുപോലെ വിദ്യാലയമാണെങ്കിൽ, അതെങ്ങനെയാണോ രണ്ടും ചേർന്ന അന്തരീക്ഷം, അതുപോലെയായിരിക്കണം ഗർഭിണി വസിക്കുന്ന അന്തരീക്ഷം. അവിടെ നല്ല വാക്കുകളെ ഉണ്ടാവാൻ പാടുള്ളൂ, നല്ല ചിന്തകളെ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ ഗർഭിണി ഗർഭത്തെ ഭാവിപ്പിക്കുകയാണ്. സാ ഭാവയിത്രീ, ഉപനിഷത്ത് പറയും, അവൾ ഭാവയിത്രീ, ഭാവിപ്പിക്കുന്നവളാ. അതുകൊണ്ട് ഭാവയിതവ്യ, കുഞ്ഞ് ജനിച്ച ശേഷം കുഞ്ഞിൻ്റെ കർത്തവ്യമാണ് അമ്മയെ പോഷിപ്പിക്കുക. എന്താ കാരണം? തന്നെ ഗർഭത്തിൽ പോഷിപ്പിച്ചവളാ. ഈ സമയത്താണ് കുഞ്ഞിൽ സച്ചിന്തകളുടെ ബീജം കൊടുക്കേണ്ടത്, സന്താനമാക്കാനുള്ള പരിശ്രമം ചെയ്യേണ്ടത്. അതുകൊണ്ട് ഗർഭിണിയാണെന്ന് ഏത് ദിവസം അറിഞ്ഞോ അന്നു മുതൽ നല്ല നാമജപങ്ങൾ ചെയ്യാം, വിശേഷിച്ച് സഹസ്രനാമങ്ങൾ ചെയ്യാം. ഒരു അശ്ലീലമായിരിക്കുന്നൊരു ശബ്ദം ആ ചുറ്റുപാടിൽ ഉണ്ടാവരുത്. ശാന്തമായ സാഹചര്യത്തിൽ ജീവിക്കുക. ഗർഭിണിക്ക് ഒരു ക്ലേശവും മറ്റുള്ളവർ കൊടുക്കരുത്. എപ്പോഴും ഒരു സാന്ത്വനത്തിൻ്റെ സ്പർശം അവൾ അനുഭവിക്കണം. അതിനാണ് ഈ ഷോഡശ സംസ്കാരങ്ങളിൽ പുംസവനം സീമന്തോന്നതിനൊക്കെ പഠിച്ചാൽ മനസ്സിലാവും
പത്നിയുടെ ഗർഭത്തിൽ സ്പർശിച്ചുകൊണ്ട് പതി പറയണം, നാം ഗർഭം വഹിക്കുന്നു, ഞാൻ ഗർഭം വഹിക്കുന്നു. ഗർഭത്തിൻ്റെ ആദ്യ സന്ദർഭങ്ങളിലുണ്ടാവുന്ന ശാരീരിക ക്ലേശങ്ങൾക്കൊക്കെയും അറുതി വരുത്തുക മാത്രമല്ല, മാനസികമായി വലിയൊരു ഒരു 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 താങ്ങ് കൊടുക്കുകയാണ്. ഞാനുണ്ട്, നമ്മൾ രണ്ടും ഒന്നിച്ചല്ലേ ഈ ഭാരമൊക്കെ വഹിക്കുന്നേ. ആ കാഴ്ചപ്പാടാണ് പതി പത്നി ബന്ധം. ചിന്തിക്കുക. അങ്ങനെ സത് സംസ്കാരം കുട്ടിയിൽ വളരുകയാണ്. ഭ്രൂണത്തിലിരിക്കും, ഗർഭത്തിലിരിക്കുന്ന കുട്ടിയിൽ ഇതൊന്നും കൊടുക്കാണ്ട് ഈ പോരും എന്തൊക്കെയാ സീരിയലുകളെന്ന് പറഞ്ഞാൽ തന്നെ എന്തൊക്കെയാണെന്നറിയില്ല. ചില അമ്മമാർ, അച്ഛന്മാർ, മുത്തശ്ശന്മാർ ഒക്കെ പരസ്പരം എന്നിട്ട് അവളെന്ത് ചെയ്തു, എന്തുണ്ടായി, അവൾ എന്താ വിഷയം നോക്കുമ്പോൾ തലേന്നത്തെ സീരിയൽ അന്ന് നഷ്ടമായിപ്പോയി. ഈ ഉപദ്രവം പിടിച്ച ചിദാനന്ദപുരിസ്വാമി സന്ധ്യയ്ക്ക് തന്നെയാണ് പ്രഭാഷണം വെച്ചിട്ടുള്ളത്. അപ്പോൾ മറ്റത് ഒഴിവാക്കേണ്ടി വന്നു. അപ്പം അടുത്ത പ്രാവശ്യം പോയി കാണുമ്പോൾ ഇതിൻ്റെ കണക്ഷൻ കിട്ടണമല്ലോ. അതിനാ ചോദിക്കണം, അവളെന്ത് ചെയ്തു, അമ്മായിയമ്മേനെ കൊന്നോ, മരിച്ചോ, എന്താ ഉണ്ടായത്? അവൾ വിഷം വെച്ചെടുത്ത് ഞാൻ കണ്ടു, അതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെയാ കാണുന്ന ഗർഭിണി. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താ ഉണ്ടാവുക? പിന്നെ ഈ പുറത്തേക്ക് വരുന്ന സന്താനം എന്താ ചെയ്യുക? നാളെ അത് അമ്മയ്ക്ക് വിഷം കൊടുത്ത കുറ്റം സന്താനത്തിൻ്റെ ആണോ, അല്ല ഈ സംസ്കാരം കൊടുത്ത ഗർഭിണിയുടേതാണോ? തമാശ പറയല്ല, ഇത് ഗൗരവമുള്ള വിഷയമാണ് പറയുന്നത്. അങ്ങനെ പ്രസവിച്ചു, കുഞ്ഞ് പുറത്തേക്ക് വന്നു. 5 വയസ്സ് വരെയുള്ള പ്രായം വളരെ കരുതലോടുകൂടി ഉത്തമമായ മാതൃകയായി ജീവിക്കാൻ അമ്മയ്ക്കും അച്ഛനും മറ്റുള്ളവർക്കും കഴിയണം. ശ്രേഷ്ഠങ്ങളായ സന്ദേശങ്ങൾ ആ കുട്ടിക്ക് ലഭിക്കണം. കാരണം ആ കുഞ്ഞ് നിരന്തരം പഠിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന സ്കൂളിൽ പോയി ചേർത്താലാ പഠിക്കണമെന്നാണ്. അല്ല, ആദ്യഘട്ടത്തിലാണ് പഠിക്കുന്നത്. അവിടെയാണ് ഒന്നാമത്തെ ഗുരു അമ്മ, അടുത്ത ഗുരു അച്ഛൻ. ഇത് വളരെ സങ്കടമാണ് നമ്മുടെ കുട്ടികളുടെ ജീവിതം. പലപ്പോഴും അമ്മയുടെ അച്ഛൻ്റെ ഒരു 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 സാന്നിധ്യം പോലും കിട്ടാതെ ഓടുകയാ. നിങ്ങൾ എന്തിനിങ്ങനെ ഓടുക? ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. മക്കളൊന്ന് കാണട്ടെ നിങ്ങളെ. വലിയ സങ്കടം തോന്നും. ചോദിച്ചാൽ പറയും, ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ടാണ് കഠിനമായി കഷ്ടപ്പെടുന്നത്. മക്കൾക്ക് നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് പണമൊന്നും ഉണ്ടാക്കണ്ട, ഒരു പണവും മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കണ്ട. മറിച്ച് മക്കൾക്ക് വളരുന്ന ഘട്ടത്തിൽ സാന്നിധ്യം കൊടുക്കൂ, സ്നേഹം കൊടുക്കൂ, തിരിച്ചറിവ് കൊടുക്കൂ. ഞാനുണ്ട് മോനെ, ഞാനുണ്ട് മോളെ നിൻ്റെ കൂടെ എന്ന് കൊടുക്കൂ. അത് മതി. ഏതെങ്കിലും ഒരാൾ അമ്മയുടെ ധർമ്മം ചെയ്യുക. 2 പേരും ദയവ് ചെയ്ത് ജോലിക്ക് പോകരുത്. ചിലർക്ക് തോന്നും, ഈ ചിദാനന്ദപുരസ്വാമി കാലം മാറി ജനിച്ച ആളാ, ഇതൊരു 10-200 കൊല്ലം മുമ്പ് ജനിക്കേണ്ടത് ബ്രഹ്മാവിനെ കണക്കുകൂട്ടൽ തെറ്റിയിട്ട് വൈകി വന്നതാ, ഇന്നത്തെ കാലത്തിന് യോജിക്കുന്ന ആളല്ല എന്നൊക്കെ ചിലർക്കൊക്കെ തോന്നുന്നുണ്ടാവും. ഉണ്ടെങ്കിൽ വിരോധമൊന്നുമില്ല. നമുക്ക് പറയാനുള്ള പറയും. ഏതെങ്കിലും ഒരാൾ അമ്മയുടെ ധർമ്മം നിർവഹിച്ച് വീട്ടിലുണ്ടാവുക കുട്ടിയുടെ കൂടെ. അത് അമ്മയായ ഏറെ നന്ന്. പറയുമ്പോഴത്തേക്ക് ചില ഈ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകാർ ചാടി വീഴും. നിങ്ങൾ സ്ത്രീ വിരുദ്ധനാണെന്ന് പറയും. ഒരു സ്ത്രീ വിരുദ്ധനും അല്ല. ഒരു ദിവസം ഒരു കുഞ്ഞ് വല്ലാതെ കരയുകയാണ്. കരഞ്ഞ് വിയർത്ത്. അമ്മ കഴിയുന്നത് ശ്രമിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ കരച്ചിലില്ലാണ്ടാക്കാൻ. അച്ഛൻ കഴിയണത് ശ്രമിക്കുന്നുണ്ട്. കരയല്ലേ, അത് ഇത് മറ്റത് മറിച്ചത് എന്തൊക്കെയോ ബഹളങ്ങൾ വെക്കുന്നുണ്ട് ഈ 2 പേരും. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ അമ്മ മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് ട്രെയിനിങ് ഒന്നും കിട്ടാത്ത ആളാണെന്ന് മനസ്സിലായി. അപ്പോൾ കുറച്ച് ആ വിഷയങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞു, മോളെ നീ ഒരു കാര്യം ചെയ്യ്, ആ കുഞ്ഞിനെ ഒന്ന് നെഞ്ചോട് കൂടി ചേർത്ത് വയ്ക്കേ. വേറൊന്നും വേണ്ട. നീ ഇപ്പോൾ പാല് കൊടുക്കാൻ ശ്രമിക്കണ്ട. നീ ഇപ്പോൾ കിളുകിളി ശബ്ദം ഉണ്ടാക്കിയിട്ട് കുട്ടീൻ്റെ കരച്ചിൽ നിർത്താൻ ശ്രമിക്കണ്ട. നീ നെഞ്ചോടൊന്ന് ചേർത്ത് അമർത്തി പിടിക്കി. 5 മിനിറ്റ് നേരം
1 മിനിറ്റ് കൊണ്ട് കുട്ടി കരച്ചിൽ നിർത്തി. എന്താ സ്വാമി അങ്ങനെ? അതങ്ങനെയാ. ഗർഭത്തിൽ വെച്ച് ഏതൊരു ഹൃദയ താളവുമായിട്ടാണോ താൻ സമരസപ്പെട്ടത്, ആ ഹൃദയ താളം അനുഭവിക്കാൻ സാധിക്കണം കുഞ്ഞിന്. അത് നൽകാനുള്ള കഴിവ് അമ്മയ്ക്ക് വേണം. ഈ പറയുന്ന പ്രസ്താവം സ്ത്രീവിരുദ്ധമാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഭ്രൂണം പാകപ്പെട്ട ശേഷം അയാൾ വഹിച്ചോട്ടെ. അയാളുടെ വയറ്റിലൊരു കാവിറ്റി ഉണ്ടാക്കിയിട്ട് അതിലിട്ട് കൊടുക്കുക. ടെക്നോളജി അത്രയ്ക്കൊക്കെ പുരോഗമിച്ചിട്ടുണ്ടല്ലോ. അതിനെന്താ വിരോധം? ആരുടെ ഹൃദയ താളമാണോ ഗർഭത്തിൽ വെച്ച് ആ കുഞ്ഞ് സമന്വയിപ്പിച്ചത് തന്നിലേക്ക്, ആ സ്പർശം ലഭിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് അമ്മ തന്നെ അമ്മയാവണതാണ് നല്ലത്. ഇനി ഒട്ടും വയ്യ സ്വാമി, വരുമാനം കൂടിയ തൊഴിൽ എനിക്കാ, അപ്പോൾ എന്നാൽ പിന്നെ അച്ഛനമ്മ ആയിക്കോട്ടെ. ഏതെങ്കിലും ഒരാൾ തീരുമാനിക്കണം നിങ്ങൾ. ഇത് പറയുന്നത് ഏത് ലക്ഷ്യത്തിലാണെന്നുള്ളത് ഒന്ന് ഓർമ്മിക്കുക. നമ്മുടെ സമാജത്തിൻ്റെ അടിത്തറ കെട്ടാതെ ചുമരും കോൺക്രീറ്റും കെട്ടിയിട്ട് കാര്യമില്ല. അടിത്തറ ഭദ്രമാണെങ്കിൽ ചുമര് ഇല്ലെങ്കിലും പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അടിത്തറ ഇല്ലാതെ എത്ര മനോഹരമായി പെയിൻ്റ് അടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടും കാര്യമൊന്നുമില്ല, അത് തകർന്നു മറിഞ്ഞ് വീഴും. അതുകൊണ്ടാണ് പറയുന്നത്.